ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. വളരെയധികം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ. വേറൊന്നുമല്ല, നമ്മുടെ അതിഥി തൊഴിലാളികൾ, അവരുടെ വേതനം സത്യത്തിൽ അവർ കേരളത്തിന് ആവശ്യമാണോ? ആണെങ്കിൽ എങ്ങനെ? നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ സംസാരിക്കാം. तुमको कॉन्ट्रैक्ट दे देना, इधर बैठने का, तुम साइड में जाओ पहले, बाकी अपने पूछेगा क्या അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അപ്പൊ ഇതിൽ ഇവർ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ സത്യത്തിൽ ഈ അതിഥി തൊഴിലാളികൾ കേരളത്തിന് ആവശ്യമാണോ? ചോദ്യം 1. ആണെങ്കിൽ അവരെ എങ്ങനെ നിയന്ത്രിക്കാം? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ആവശ്യമായ ഒരു ഘടകമാണ്. അവരെ മുൻനിർത്തി ജീവിക്കുന്ന കുറേ കച്ചവടക്കാരും, കുറേ ചെറുകിട കച്ചവടക്കാർ, അല്ലെങ്കിൽ ഹോട്ടലുകാർ, അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർമാർ, എഞ്ചിനീയർമാർ എന്ന് വേണ്ട ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അവരുണ്ട്. ഏതൊരു തൊഴിലിനും. ബാർബർ ഷാപ്പ് ഇപ്പോൾ അവരുടെ കയ്യിലായി. ഏറ്റവും കൂടുതൽ ബാർബർമാരുള്ളത് ഇപ്പോൾ ഹിന്ദിക്കാരാണ്. ഹോട്ടൽ മേഖലയിൽ തൊഴിലാളികൾ മുഴുവൻ അവരാണ്. എന്തിനു പറയുന്നു, പാടത്ത് ഞാറ് നടാൻ വരെ ഇപ്പോൾ ഈ ബംഗാളികളും ആസാമികളും പോകണം, തെങ്ങ് കയറാൻ പോകണം എന്ന് വേണ്ട സകല മേഖലകളിലും ഇവരുണ്ട്. ഇവരില്ലാണ്ട് മലയാളിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് മലയാളി കാര്യങ്ങൾ എത്തിച്ചു. ഇനി അതിൽ നിന്നും മോചനം നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാടാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടി വരും. എങ്ങനെ ഇവരെ ഉപയോഗിക്കണം, അവർക്കും ദോഷം ഉണ്ടാകാൻ പാടില്ല, നമുക്കും ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ കാര്യം കൈകാര്യം ചെയ്യാം. അത് അതാത് പ്രദേശങ്ങളിലുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഓഫീസേഴ്സും കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇവർ ഈ പിടിച്ചുപറി തുടർന്നാൽ ഈ കൂലി എന്ന് പറയുന്നത് ഒരു 1000 രൂപ കൂലി മേടിച്ചിരുന്ന ഒരു തൊഴിലാളി ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ നമ്മളും കൂട്ടി മേടിക്കാൻ അവരും അർഹരാണ്. കാരണം ഇന്നത്തെ ചെലവ് കൂടി. ഈ ഒരു മാസത്തിനുള്ളിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന് വില കൂടി, ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി, അതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾക്ക് വില കൂടി തുടങ്ങി. ഒരു ചായ കുടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനൊക്കെ ചായക്കടയിൽ 10 രൂപയ്ക്ക് ചായയും കടിയും വിറ്റ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഈ ഗ്യാസിന് വില കൂടിയപ്പോൾ ചായക്ക് 12ഉം കടിക്ക് 12 എന്നാൽ 15ഉം 17ഉം ചായക്ക് കടിക്ക് മേടിക്കുന്ന കടകൾ വരെ തൃശ്ശൂരുണ്ട്. ആ റേറ്റ് മേടിക്കുന്നവർ വരെ. അപ്പോൾ ഇവർ ജോലിക്ക് പോയി ഒരു നേരത്തെ ചായ കുടിക്കാൻ കയറി, ഉച്ചയ്ക്ക് ചായ കുടിച്ചു, കാലത്ത് ചായ കുടിച്ചു, 4 മണിക്ക് ചായ കുടിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു 100 രൂപ വരെ മാറ്റം ആ ഒരു അവരുടെ ഭക്ഷണം മേടിക്കുന്ന കാര്യത്തിൽ തന്നെ മാറ്റം വരും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 100 രൂപ അവർക്ക് കൂടുതൽ കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്, അത് മേടിക്കാൻ അവരും അർഹരാണ്. അതിനപ്പുറത്തെ പൈസ 1400, 1500, 1600 എന്നൊക്കെ പറയുന്നത് വളരെ അന്യായമായ ഒരു റേറ്റാണ്. അത് നടത്തി കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ഗവൺമെൻറ് ഇടപെട്ടോ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ടോ പൗരസമിതി ഉണ്ടാക്കിയോ ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഓക്കെ.